ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഉപവാസത്തിൻ്റെ നല്ല ഫലങ്ങൾ, ബെനിഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. യേശു തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നു, ഇപ്പോൾ അവരെൻ്റെ കൂടെയാണ്, അപ്പോൾ ഉപവസിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ പോകുന്ന സന്ദർഭത്തിൽ, ഞാൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയതിന് ശേഷമായിട്ട് അവർ ഭൂമിയിൽ ദൗത്യങ്ങളിലായിരിക്കുമ്പോൾ, എൻ്റെ ഉത്തരവാദിത്തങ്ങളിലായിരിക്കുമ്പോൾ അവർ ഉപവസിക്കും. ഉപവാസം എന്ന വാക്ക് നമുക്ക് 70 പ്രാവശ്യം ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിലെ മോശയുടെ ഉപവാസത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യത്തെ പരാമർശം കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തോട് അടുത്ത് പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ, അവരൊക്കെയും അവരുടെ ജീവിതത്തെ ശിക്ഷണത്തിന് വിധേയമാക്കുവാൻ വേണ്ടി ഉപവാസം ഇരുന്നിട്ടുണ്ട് എന്ന്, ഉപവാസത്തിൽ അവർ സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഡിസിപ്ലിൻ്റെ ഭാഗമായിരുന്നു, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവർ ഉപവസിക്കുന്നത് സാധാരണമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂലഭാഷയിൽ ഉപവാസത്തിന് ടു ഷട്ട്, റിഫ്രെയിൻ ഓർ അബ്സ്റ്റെയിൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കാണുവാൻ കഴിയുന്നത്. അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ്, ലിക്വിഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്, ആത്മീയ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവരുടെ ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടപ്പിലാക്കിയിരുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനാകുന്നു എങ്കിൽ, ഒരു ദൈവദാസിയാകുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലാകുന്നു എങ്കിൽ, ഉപവാസം എന്നത് നിങ്ങളുടെ ആത്മീക പുരോഗതിക്ക് സഹായകരമാകുന്നൊരു കാര്യമാകുന്നു. ആ സന്ദർഭത്തിൽ നമുക്ക് ലോകത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. ദൈവത്തിലേക്ക് നമുക്ക് നിരന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദീർഘസമയം കർത്താവിനോടുകൂടെ നമുക്ക് ചിലവഴിക്കുകയും ചെയ്യുവാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന ജീവിതക്രമങ്ങളുണ്ടല്ലോ. നാം വ്യത്യസ്തമാകുന്ന ജീവിതക്രമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ആ ജീവിതക്രമത്തിൽ നമുക്ക് ഈ ഭൂമിയുമായുള്ള ബന്ധത്തിൽ ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് സുഖങ്ങളുണ്ട്. അങ്ങനെയുള്ള സുഖങ്ങളിൽ, ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണമെന്ന് പറയുന്നത്. ആദ്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിലേക്കാണ് നമ്മളുടെ ചിന്തകൾ പോകുന്നതാണ്. ചായ കുടിക്കുന്നു, അതിനുശേഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് എന്നുള്ളതിലേക്ക് നമ്മളുടെ ഹൃദയം അതിലേക്ക് തിരിയുകയാണ്. ലഞ്ച് കഴിയുമ്പോൾ 4 മണിയുടെ ചായയെക്കുറിച്ചുള്ള ചിന്ത അപ്പോൾ തന്നെ തുടങ്ങുന്നു. 4 മണിക്ക് ചായ കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ അത്താഴം കഴിക്കുക. ഇങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ സൈക്കിളിന് ഒരു സംവിധാനത്തിന്, ആ ഒരു സൈക്കിൾ, അതൊരു സൈക്കിളാണല്ലോ, ഭക്ഷണത്തിൻ്റെ ഒരു സൈക്കിളാണ്. ആ ഒരു വൃത്തത്തിന് നമ്മൾ ഒരു ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ, അതിനൊരു തടസ്സം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില ദിവസങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു തീരുമാനമാണ്. അവിടെ ദൈവ കാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ സാധാരണമായിട്ടുള്ള ഒരു സംവിധാനത്തിന് അല്പം തടസ്സം വരുത്തിയതിന് ശേഷമായിട്ട്, അതല്ലെങ്കിൽ അതൊന്ന് നിർത്തിവെച്ചതിന് ശേഷമായിട്ട്, അല്ലെങ്കിൽ അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷമായിട്ട്, അതൊന്ന് ഷട്ട് ചെയ്തതിന് ശേഷമായിട്ട്
ദൈവസാന്നിധ്യത്തിൽ മാത്രം ഞാൻ സമയം ചിലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സമർപ്പണത്തിൻ്റെ ഒരു നല്ല അടയാളമാകുന്നു. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഉപവസിച്ചത് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവാകുന്ന യേശുവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലന്മാർ ഉപവസിച്ചതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ അവർ ഉപവസിക്കുന്നത്, അവരൊരുമിച്ച് കൂടി വന്ന് ഒന്നിച്ച് ഉപവസിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇവരെ സഭകൾ സ്ഥാപിച്ച സന്ദർഭത്തിൽ അപ്പോസ്തലന്മാർ യാത്ര ചെയ്തു. പൗലോസും മറ്റും മിഷണറി യാത്രയിൽ അനേകം സഭകൾ സ്ഥാപിക്കുകയുണ്ടായി. ആ സഭകൾ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, പ്രത്യേകിച്ചും സഭയുടെ മൂപ്പന്മാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഉപവസിച്ചതിന് ശേഷം ആ തീരുമാനമെടുക്കുകയും മൂപ്പന്മാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. ഇനിയും പൗലോസിൻ്റെ അനുഭവം എടുക്കുകയാണെങ്കിൽ, തൻ്റെ സ്വന്തം അനുഭവം പങ്കുവയ്ക്കുമ്പോൾ 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ പലവട്ടം പട്ടിണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഇംഗ്ലീഷിൽ ഫാസ്റ്റിംഗ് ഓഫൺ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി അല്ലെങ്കിൽ പലവട്ടം ഉപവാസം, അതാണ് മൂല ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപവാസം എന്നാണ്. പട്ടിണി അടക്കുകയായിരുന്നില്ല, ഉപവസിക്കുകയായിരുന്നു. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പട്ടിണി എന്ന് വന്നിരിക്കുന്നു. പലവട്ടം ഉപവാസം, ശീതം, നഗ്നത. ആ നിലയിൽ പൗലോസ് തൻ്റെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ക്രമമുണ്ടായിരുന്നു, ഓർഡർ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക, വചനം ശ്രദ്ധിക്കുക, വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഉപവസിക്കുക. ഈ നിലയിലാണ് പൗലോസ് തൻ്റെ ശുശ്രൂഷയിലായിരുന്നത്. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും വളരെ ആവശ്യമുള്ള ഒരു ശിക്ഷണമാണ്, ഒരു ഡിസിപ്ലിനാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടപ്പിലാക്കുവാൻ തയ്യാറാകണം. ഞാൻ ഇപ്പോൾ ഏകദേശം 30 വർഷത്തോളമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. ആരംഭ സമയങ്ങളിൽ എനിക്ക് അധികം സമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷണമായിരുന്നു, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനായിരുന്നു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. 21 ദിവസം ഉപവസിക്കുന്നു, 40 ദിവസം ഉപവസിക്കുന്നു, അനേകം പ്രാവശ്യം, ഒരു വർഷം തന്നെ ചിലപ്പോൾ 2 പ്രാവശ്യം 21 ദിവസം ഉപവസിക്കുന്നു, ഒരു പ്രാവശ്യം 40 ദിവസം ഉപവസിക്കുന്നു. ഈ ഉപവാസത്തിൽ തന്നെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 40 ദിവസം ഉപവാസത്തോടുകൂടെ തന്നെ അരുണാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അരുണാചൽ പ്രദേശിൽ ചെന്ന് അവിടെ ചെന്ന് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ബോധ്യം ലഭിച്ചു, ഉപവാസം തുടങ്ങി 40 ദിവസം. ആ സമയത്ത് വെസ്റ്റ് ബംഗാളിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ വെസ്റ്റ് ബംഗാളിൽ പോയി അവിടെ നിന്ന് ഡാർജിലിങ്ങിൽ പോകണമായിരുന്നു. ഡാർജിലിങ്ങിൽ നിന്ന് നേപ്പാളിലേക്ക്, ബോർഡറിലൂടെ നമുക്ക് നേപ്പാളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നേപ്പാളിലേക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഏകദേശം 25 കിലോമീറ്ററോളം ഉപവാസത്തിൻ്റെ 35-ാമത്തെ ദിവസം നടന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ നടന്ന ഗ്രാമത്തിൽ ചെന്ന് പ്രസംഗിച്ചതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ നടന്ന് വലിയ മലകൾ കയറിയാണ് നടന്നു വരേണ്ടത്. നടന്നു വന്ന് ഡാർജിലിങ്ങിൽ വന്നതിന് ശേഷമായിട്ട് ഞാനൊരു ആ യാത്രയിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് യാത്ര ചെയ്ത് അവിടെ ചെന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും ഒരു ചായയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചു. എന്നാൽ അതൊന്നും ലഭിച്ചില്ല. ആ ഗ്രാമത്തിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം ഉണ്ടായിരുന്നു, എന്നാൽ എന്തെങ്കിലും ഒന്ന് കുടിക്കാനൊരു ജ്യൂസ് കുടിക്കാനോ ഒരു ചായ കുടിക്കുവാനോ ഒന്നും അവിടെ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പിറ്റേ ദിവസം നടന്നു വന്ന് ഡാർജിലിങ്ങിൽ വന്നിട്ട് ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. ഉപവാസത്തിൻ്റെ 36-ാമത്തെ ദിവസമായപ്പോഴേക്കും. അപ്പോൾ മണിക്കൂറുകൾ, ദീർഘമണിക്കൂറുകൾ, മേ ബി ഒരു ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓറഞ്ച് ജ്യൂസ് കുടിച്ചപ്പോൾ ഉണ്ടായ രുചി ഇപ്പോഴും എനിക്കിപ്പോഴും അത് ഓർക്കുവാൻ കഴിയും. നമ്മുടെ ശരീരം അങ്ങ് നല്ലപോലെ എക്സോസ്റ്റഡായി, നടപ്പൂടല്ലേ, 25 കിലോമീറ്ററോളം നടന്നല്ലേ തിരിച്ചു വരുന്നത്, മല കയറിയല്ലേ വരുന്നത്. വെള്ളം കുടിക്കുന്നുണ്ട്, മറ്റൊന്നും കുടിക്കുന്നില്ലല്ലോ. ആ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമാകുന്ന കരുതലുകൾ ശരീരത്തിന് ബലം നൽകി തന്നു, ശക്തി നൽകി തന്നു.
അത്രയും യാത്രയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും ഉപവാസത്തിലായിരിക്കുമ്പോൾ ശരീരത്തിന് ബലം കർത്താവ് നൽകി തന്നു, ശക്തി കർത്താവ് നൽകി തന്നു എന്ന് ഞാനത് ഓർക്കുകയാണ്. അങ്ങനെ ദീർഘമാകുന്ന ഉപവാസത്തിൻ്റെ പട്ടികകൾ എല്ലാ വർഷവും പലവട്ടം ഉപവസിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. ഇന്നും കാര്യങ്ങൾ അത്ര പഴയ നിലയിൽ അല്ല എങ്കിൽ പോലും ഏതാണ്ട് അതേ നിലവാരത്തിൽ തന്നെ, വ്യത്യസ്തമാകുന്ന നിലവാരത്തിൽ ഓരോ സമയങ്ങൾ കഴിയുമ്പോൾ, ഓരോ സീസൺസ് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമല്ലോ. എങ്കിലും ഇപ്പോഴും ഉപവാസം എന്നുള്ള ഡിസിപ്ലിൻ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ദൈവം സഹായിക്കുന്നു. ഉപവസിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു വാക്യം ശ്രദ്ധിക്കാം. സങ്കീർത്തനം 63 അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നമുക്ക് ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ മനോഹരമാകുന്ന ഒരു ചിത്രമാണ് ആമേൻ ഇവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കും. ആ ആശ്രയത്തിൻ്റെ ഒരു പ്രകടനമാകുന്നു ഉപവാസം എന്ന് പറയുന്നത്. ഉപവസിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, കർത്താവേ, ഞാൻ അങ്ങിലാകുന്നു പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്. ആശ്രയത്തിൻ്റെ പ്രഖ്യാപനമാകുന്നു. രണ്ടാമത്തെ ബെനിഫിറ്റ്, നിങ്ങൾ ഉപവസിക്കുന്ന സന്ദർഭത്തിൽ ജഡത്തിൻ്റെ മേൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ, 5-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിരോധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. നമ്മുടെ ശരീരം നമുക്ക് ആവശ്യമാണ്. ശരീരം കൂടാതെ ഈ ഭൂമിയിൽ നമുക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയത്തില്ല, നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. ശരീരം പോകുന്നതോടുകൂടെ നമ്മൾ ഈ ഭൂമി വിടണം. ശരീരമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എന്നാൽ ഈ ശരീരത്തിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളില്ലേ, ശരീരത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിലൊരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങിയുള്ള ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള നല്ല ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ് ഉപവാസം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് മറ്റൊരു ബെനിഫിറ്റാണ് നിങ്ങളുടെ ആരോഗ്യവുമായുള്ള ബന്ധത്തിൽ. നമ്മുടെ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉപവാസം ആവശ്യമാണ്. അതൊരു വിശ്രമം പോലെയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ഇതൊരു ഫാക്ടറി അല്ലേ. അനേകം മെഷീൻസ് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ അനേകം ഫാക്ടറികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയുവാൻ കഴിയും. അവിടെ ഇടയ്ക്ക് ഇതിനൊരു വിശ്രമം കൊടുക്കണം, ഇതിനൊരു റെസ്റ്റ് കൊടുക്കണം. എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സിസ്റ്റത്തിനൊരു റെസ്റ്റ് കൊടുക്കണം. ആ റെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നീങ്ങിപ്പോകും. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നീങ്ങിപ്പോകും. ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നീങ്ങിപ്പോകും. നമ്മുടെ സെൽസ്, ഡെഡ് സെൽസ് എല്ലാം നീങ്ങിപ്പോയി ഒരുപാട് സെൽസ് റിവൈവ്ഡ് ആകും. അങ്ങനെയുള്ള ഒരുപാട് മെഡിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഹെൽത്തുമായുള്ള ബന്ധത്തിലുണ്ട്. പ്രത്യേകിച്ചും ഒരു 3 ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങളതൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ്, ഹെൽത്ത് റിലേറ്റഡ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ ദീർഘദിവസങ്ങൾ ഉപവസിക്കുമ്പോൾ നമുക്ക് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചിലപ്പോൾ ഉപവസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയും ഉപവസിക്കുന്നവരുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും കുടിക്കുന്നത്, ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മോരും വെള്ളം കുടിക്കുന്നതാണ്. മോരും വെള്ളം കുടിക്കാൻ കഴിയുന്നവരാകുന്നുവെങ്കിൽ മോരും വെള്ളം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ ആ നിലയിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്.
ചായയോടും കാപ്പിയോടും ഒക്കെ അഡിക്ഷൻസ് ഉള്ളവരാണെങ്കിൽ ഒരു ചായയെങ്കിലും കുടിക്കേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ചായയും കാപ്പിയും കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സംഘർഷവും ഉണ്ടാകുന്നില്ല. ആ നിലയിൽ ഒരു ലിക്വിഡ്സ് കുടിച്ചുകൊണ്ടുള്ള ഉപവാസം 21 ദിവസം, 7 ദിവസം, 40 ദിവസമൊക്കെ ഉപവസിക്കുന്നത് ആത്മമണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ശുശ്രൂഷയിലായിരിക്കുന്നവരാകുന്നുവെങ്കിൽ ഒരു ഉപവാസം കഴിയുന്നതോടുകൂടെ ശുശ്രൂഷയുടെ മൂർച്ച വർദ്ധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട്. അത് തന്നെയുമല്ല, ആ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മൂർച്ചയുണ്ട്. മാത്രവുമല്ല, നമ്മൾ ശുശ്രൂഷിക്കുന്നത് മൂലം ജനത്തിന് വിടുതലുകൾ ഉണ്ടാകുന്നു. അവിടെ ഉപവാസം ശുശ്രൂഷയ്ക്ക് വളരെ നല്ല പിന്തുണ നൽകി തരുന്നു. നിങ്ങളുടെ വിശ്വാസവുമായുള്ള ബന്ധത്തിൽ ഉപവാസം വളരെ ഉപകാരപ്രദമാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ അവിടെ യേശു തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഇത് എന്താണ്? അവിശ്വാസം. അവിശ്വാസം നീങ്ങിപ്പോകണമെങ്കിൽ ചിലരിൽ അവിശ്വാസമുണ്ട്. സംശയം, അവിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലരിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. അവിശ്വാസം, സംശയം, ഇത്തരത്തിലുള്ള നമ്മുടെ ആത്മീക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നീങ്ങിപ്പോകുവാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്, ഒരു ശിക്ഷണമാണ് ഉപവാസം എന്ന് പറയുന്നത്. നിങ്ങൾ ഉപവസിക്കുന്ന സന്ദർഭത്തിൽ ഉപവസിക്കുമ്പോൾ തന്നെ ഭക്ഷണം വെടിയുക എന്ന് പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഭക്ഷണം വെടിയുവാൻ കഴിയുമോ? ചിലർ കരുതാറുണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നു. ഒന്നും സംഭവിക്കത്തില്ല. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രാർത്ഥനയോടുകൂടി ആണെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ദൈവിക നിയോഗമുണ്ടാകണം. അതല്ലാതൊരു റിലീജിയസ് പ്രാക്ടീസായിട്ട് ആരെങ്കിലും ഉപവസിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, എനിക്കങ്ങനെ പലരും അറിയാം, ഒരു മതപരമാകുന്ന ചടങ്ങ് പോലെ ഉപവസിക്കാൻ വേണ്ടി എല്ലാവരും ഉപവസിക്കുന്നത്, ഞാൻ ഉപവസിക്കാൻ പോയാണെന്ന് ഉപവസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെയുള്ള വിശപ്പുണ്ടായി. അവർ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ്. ഉച്ചയായപ്പോഴേക്കും അവർ പോയി ഭക്ഷണം കഴിച്ചു. എന്നോടൊരു സുഹൃത്ത് പറയാറുണ്ട്, ഞാൻ ഉപവസിക്കണമെന്ന് ആഗ്രഹിക്കും, ഉപവസിച്ചേക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല, ഭയങ്കര വിശപ്പ് വരും. എന്നാൽ വെറുതെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ 1-2 ദിവസം ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കും. ഉപവാസമൊന്നുമല്ല, കഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ട്. ഉപവാസം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉപവസിക്കാൻ കഴിയത്തില്ല, പെട്ടെന്ന് വിശപ്പുണ്ടാകും. നിങ്ങളുടെ വിശ്വാസവുമായുള്ള ബന്ധത്തിൽ ഉപവാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഉപവസിക്കണമെങ്കിൽ തന്നെ വിശ്വാസം വേണമല്ലോ. ഉപവസിക്കുകയാണെങ്കിൽ ആത്മാവിൽ നിന്ന്, നമ്മുടെ ആത്മാവിലാണല്ലോ ടോട്ടൽ ഫെയ്ത്ത് ഉള്ളത്, ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസമുള്ളത്. ആ വിശ്വാസം ആത്മാവിൽ നിന്ന് പുറപ്പെടും. നമ്മുടെ പ്രാണൻ്റെ തലത്തിലുള്ള അവിശ്വാസവും പ്രാണൻ്റെ തലത്തിലുള്ള ഭയവും വ്യാകുലതയും ഇതിനെയെല്ലാം കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്താൽ നമുക്ക്, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെഹമ്യായുടെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പോവുകയാണെങ്കിൽ, നെഹമ്യാവ് മതിൽ പണിയുമായുള്ള ബന്ധത്തിൽ ഉപവസിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. നെഹമ്യാവ് ഉപവസിക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, യെരുശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഉപവസിക്കുകയാണ്. അവിടെയാണ് ദൈവം ഒരു ഉത്തരവാദിത്വം നെഹമ്യാവിന് കൊടുക്കുന്നത്, മതിൽ പോയി പണിയുക. അങ്ങനെ ആ ഉപവാസം തൻ്റെ ജീവിതത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ ഉത്തരവാദിത്വത്തിൽ തനിക്ക് വിജയം ലഭിക്കുവാൻ തക്കവണ്ണം ആ ഉപവാസം നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇതേപോലെയുള്ള മേജറായിട്ടുള്ള പ്രോജക്റ്റുകളിലേക്ക് നിങ്ങൾ കാൽച്ചുവടുകൾ വയ്ക്കുകയാണെങ്കിൽ, ചില ദിവസങ്ങൾ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക, ദൈവസാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുക.
ആ മേജർ ഡിസിഷൻസിനെ സഹായിക്കുവാൻ തക്കവണ്ണം ഉപവാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മൂർച്ച വർദ്ധിക്കും. അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാർ, അന്നുണ്ടായിരുന്ന ദൈവദാസന്മാർ അവരൊരുമിച്ച് ഉപവസിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ, അപ്പോൾ രാജാവിൻ്റെ കൂടെ വളർന്നവരൊക്കെ ഇരിക്കുക ഉപവസിക്കാൻ വേണ്ടി, ശൗല് എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ അവിടെ ഉപവസിക്കുവാൻ അവർ തയ്യാറായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥനയുടെ മൂർച്ച വർദ്ധിക്കുകയാണ്. ഉപവസിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. സാധാരണ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മണിക്കൂറുകൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. പിന്നെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഉപവാസം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂർച്ചയെ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഇവർ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചു. ദൈവം അവരോട് സംസാരിക്കുകയാണ്. ദൈവം അവരോട് സംസാരിച്ച് അവരോട് പറയുകയാണ്, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ, എനിക്ക് വേർതിരിപ്പീൻ. ദൈവശബ്ദം കേൾക്കുകയാണ്. ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. നിങ്ങൾ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. തീരുമാനങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. അവിടെ ഉപവാസം എന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻ ജീവിതത്തിൽ നടപ്പിലാക്കുന്നവർക്ക് വലിയ അനുഗ്രഹമായി തീരും. അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ഉപവസിക്കുമ്പോൾ അവർക്ക് ദൈവശക്തി പ്രകടമാകുന്ന നിലയിൽ അവരിൽ ദൈവശക്തി വെളിപ്പെടും. ഓ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 58-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിടുതലുകൾ ഉപവാസത്തിൽ സംഭവിക്കും. വലിയ വിടുതലുകൾ, ഡെലിവറൻസസ് നടക്കും. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എനിക്കറിയാവുന്നൊരു ദൈവദാസൻ തൻ്റെ ജോയിൻസിൽ മുഴുവൻ പെയിനായിരുന്നു. ആ സമയത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തപ്പോൾ ആ രോഗബന്ധനം അഴിഞ്ഞു. രോഗബന്ധനങ്ങൾ ഉൾപ്പെടെ ബന്ധനങ്ങളെ, അന്യായ നുകങ്ങളെ, നുകത്തിൻ്റെ അമിക്കയറുകളെയൊക്കെ പൊട്ടിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവസിക്കുമ്പോൾ സൂപ്പർ നാച്ചുറൽ പവർ വ്യാപരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശക്തികളെ നിനക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. എസ്രയുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. 23-ാമത്തെ വാക്യം, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഉപവാസത്തിൻ്റെ പിന്തുണയോടുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ ജീവിതത്തിൽ നടപ്പിലാക്കുക. മഹാത്ഭുതങ്ങൾ നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണുവാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അടുത്തൊരു തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ പോകുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന ഒരു പരിശുദ്ധാത്മ ചലനത്തിനു വേണ്ടി ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് കണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നീണ്ട നാളുകളായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അങ്ങ് മറുപടി കൊടുക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണമേ, വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ അവിടുന്ന് നിങ്ങളുടെ മേൽ അയക്കുവാൻ പോകുന്നു. ഈ നിമിഷത്തിൽ തന്നെ രോഗബാധകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗബാധകൾ വിട്ടുപോകട്ടെ.
രോഗബാധകൾ വിട്ടുപോകട്ടെ. മരണകരമാകുന്ന രോഗബാധകൾ വിട്ടുപോകട്ടെ. മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള വിധികളെ ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ കിടക്കകൾ വിട്ട് ചിലർ ചാടി എഴുന്നേൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഉദര സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ നാമത്തിൽ. ശരീരത്തിൽ വന്നിരിക്കുന്ന സ്ട്രോക്കുകൾ മൂലമുള്ള എല്ലാ കേടുകളും മാറിപ്പോകട്ടെ. അവയവങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവയവങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കാഴ്ച ശക്തിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കേൾവിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, അങ്ങനെയുള്ളവരെല്ലാം സ്പർശിക്കണം. അവരെല്ലാം വിടുവിക്കണം, സ്വതന്ത്രരാക്കണം. കർത്താവേ, വഴികളെ തുറന്നു കൊടുക്കണം. ജോലിയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ എപ്പിസോഡ് മറ്റുള്ളവർക്ക് കൂടെ പങ്കുവയ്ക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുതേ. കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.